ഇന്ന് നമ്മൾ ഓൾഡ് മൂവി റിവ്യൂവിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് 2017 റിലീസായ രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറഞ്ഞ ഒരു മലയാളം മൂവിയാണ്. രഞ്ജൻ പ്രമോദ് ഡയറക്ഷൻ ചെയ്തൊരു മൂവിയാണ് രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന്. അതുപോലെ തന്നെ കാസ്റ്റിംഗിലോട്ട് വരികയാണെങ്കിൽ ബിജു മേനോൻ, ഹെന്ന റെജി, അജു വർഗീസ്, ഹരീഷ് കണാൻ അങ്ങനെ ഒരുപാട് സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. സ്റ്റോറി സ്റ്റോറിയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം പുറത്തുള്ള, അതായത് അബ്രോഡുള്ള പ്രവാസം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു മൂവി കാണുമ്പോൾ എന്താ പറയാ, അത്രയും മിസ്സിങ് ആയേക്കാം. കാരണം നമ്മളെ നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സ്റ്റോറിയായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ബിജു മേനോൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും. നമ്മളെ നാടുകളിലൂടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന, നാട്ടിലെ ക്ലബ്ബ് നോക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന, കുട്ടികൾക്കൊരു ഒരു നെടുന്തൂണായി നാടിന് വേണ്ടി എപ്പോഴും നിൽക്കുന്ന ഒരു ആളായിട്ടാണ് ബിജു മേനോന്റെ ക്യാരക്ടർ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ അത്യാവശ്യം ഇഷ്യൂസുകൾ വരികയും അത് ഫേസ് ചെയ്യേണ്ട കുറച്ച് സിറ്റുവേഷൻസ് വരും. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ആണ് ഇതിലുള്ളത്. അഭിനയത്തിന്റെ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ ബിജുമേനന്റെ ഒരു റോള് നല്ല രീതിയിൽ വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല സപ്പോർട്ടിങ് എനിക്ക് പേഴ്സണലി, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹരീഷ് കണാറിന്റെ ക്യാരക്ടറാണ്. കാരണം ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ആ മൂവിയിൽ അത്യാവശ്യം ഒരു കോമഡി സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എന്തായാലും ഹാരിഷ് കണാരൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ജേണലിലോട്ട് നമുക്ക് വേണമെങ്കിൽ വരുത്താം. ബട്ട് എന്താ പറയാ, ഒരു കോമഡി തരത്തിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഭയങ്കര മസ്റ്റ് വാച്ച് മൂവിയാണെന്നൊന്നും ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് നല്ലൊരു മൂവി, അതായത് നമുക്ക് അധികം ബോറില്ലാത്ത, നമുക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ, നിങ്ങളിത് എത്രത്തോളം കണ്ടിട്ടുണ്ടാവും എന്ന് അറിയില്ല. കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ യൂട്യൂബിലായിക്കോട്ടെ, എല്ലാത്തിലും അവൈലബിൾ ആണ്. പോയി കണ്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു മൂവി ആയിട്ട് കാണാം. ബൈ.